2025 ഏപ്രിൽ 13 വൈകുന്നേരം ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം അരങ്ങേറി. ക്ഷേത്രത്തിന്റെ നീലചക്രയ്ക്ക് ചുറ്റും ഒരു പരുന്ത് കൊക്കിലൊരു കൊടിക്കൂറയുമായി വലം വെച്ചു പറന്നു. പുരിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ആകാശത്ത് ഒരു പറവയെ കണ്ടിട്ടില്ല എന്നതാണ് ഈ ദൃശ്യത്തെ വാർത്തകളിൽ നിറയ്ക്കുന്നത്. പുരി ക്ഷേത്രത്തിന് മുകളിലൂടെ പക്ഷികളോ വിമാനങ്ങളോ പറക്കാറില്ല. ക്ഷേത്രവിഹായസിനെ പക്ഷിരാജൻ ഗരുഡൻ കാക്കുന്നുവെന്നാണ് വിശ്വാസം. ഈ പക്ഷികളുടെ അസാന്നിധ്യത്തിന് പിന്നിലെ ശാസ്ത്രം ഇതുവരെ ആർക്കും തിട്ടവുമല്ല. ആദ്യം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ കവാടത്തിനരികിലായാണ് പരുന്ത് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ പരുന്തിന്റെ കൊക്കിൽ ഒന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ നിമിഷങ്ങൾക്കകം പറന്നുയർന്ന പരുന്തിന്റെ കൊക്കിൽ ക്ഷേത്രത്തിന്റെ കൊടിയായ പടിതപാവന ബനയോട് സമാനമായ എന്തോ ഒന്നുണ്ടായിരുന്നു. നീലചക്രയ്ക്ക് ചുറ്റും വലം വെച്ച പരുന്ത് കടലിന്റെ ദിശയിലേക്ക് പറന്ന് അപ്രത്യക്ഷമായി. എന്നാൽ പരുന്ത് പറക്കുമ്പോഴും പടിതപാവന ബന കൊടിമരത്തിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഉയർത്തപ്പെടുന്ന പടിതപാവന ബന ക്ഷേത്രത്തിലെ പ്രധാന പുണ്യചിഹ്നങ്ങളിൽ ഒന്നാണ്. പരുന്ത് ക്ഷേത്രത്തെ 3 തവണ ചുറ്റി പറന്നതിന് ശേഷം കടലിലേക്ക് പോയതായാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഈ സംഭവം നടക്കുമ്പോൾ ഒഡീഷയിൽ വേനൽക്കാലത്ത് സംഭവിക്കുന്ന കൽബൊഷാഖി കൊടുങ്കാറ്റുമുണ്ടായിരുന്നു. പിന്നാലെ തന്നെ ആ പ്രദേശത്ത് ഇടിമിന്നലോടുകൂടിയ മഴ ആരംഭിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ത്രിപുര, ആസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും വേനൽക്കാലത്ത് മഴയ്ക്ക് മുന്നോടിയായി ഉണ്ടാകുന്ന കൊടുങ്കാറ്റിന് സമാനമായ അന്തരീക്ഷത്തെയാണ് കൽബൊഷാഖി എന്ന് പറയുന്നത്. നോർവെസ്റ്റർ സ്റ്റോം എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര്. എന്നാൽ ഒഡീഷയിൽ കൽബൊഷാഖിക്ക് അർത്ഥം നിർഭാഗ്യകരമായ കാര്യം എന്നാണ്. പലരും പരുന്തിന്റെ സാന്നിധ്യത്തെ ജഗന്നാഥന്റെ അനുഗ്രഹമായി കാണുമ്പോൾ ചിലരെല്ലാം കൽബൊഷാഖിയെയും ഇതിനെയും ചേർത്ത് വായിച്ച് ഒരു ദുശകുനമായാണ് കണക്കാക്കുന്നത്. പക്ഷികൾ പറക്കാത്തയിടത്ത് പ്രത്യക്ഷപ്പെട്ട പക്ഷി, തൊട്ടുപിന്നാലെ എത്തിയ കാറ്റും മിന്നലും മഴയും. ഭയചകിതരാണ് പുരിനിവാസികൾ. കൊടിയ അനർത്ഥം സംഭവിക്കുമെന്നും ഇവർ പേടിക്കുന്നു. മലയാളികളെ പോലെ തന്നെ ഏപ്രിൽ 14 ഒഡീഷക്കാരും പുതുവർഷം ആഘോഷിച്ചത്. പാന സംക്രാന്തി എന്നാണ് ഇവർ നമ്മുടെ വിഷുവിന് സമാനമായ ആഘോഷത്തെ വിളിക്കുന്നത്. ഒരു ആഘോഷ ദിവസത്തിന് മുന്നോടിയായി നടന്ന ഈ കാര്യം ആളുകളുടെ പേടി കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ ക്ഷേത്ര ഭരണസമിതിയുടെയോ അധികാരികളുടെയോ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. നിരവധി നിഗൂഢതകൾ നിറഞ്ഞ ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. ജഗന്നാഥനായ മഹാവിഷ്ണു അഥവാ ആദിനാരായണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ.